പ്രസംഗിച്ചിട്ട് ഏറ്റവും അവസാനമായി വളവരത്ത് 7ാം ക്ലാസ്സിന്റെ ഒരു ബാച്ചിന്റെ സംഘം ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ്. അത് ഇതിനേക്കാൾ കൂടുതൽ ഒരു വൈകാരികമായുള്ള അനുഭവമാണ്. 7ാം ക്ലാസ് ആകുമ്പോൾ കുറേ പേരും കൂടി കൂടെ ഉണ്ടാവും, നമ്മളെ പഴയ ആളുകൾ. ഒരു വലിയൊരു അനുഭവമാണ്. അന്ന് ഞാൻ അവിടെ ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് ആദ്യം വളവത്ത് സ്കൂളായിരുന്നു അവിടെ പ്രൊമോഷനായിട്ട് വന്നാറുണ്ട്. അപ്പോൾ അവിടെ 7ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിരുന്ന കുട്ടികളൊക്കെ അവിടെ കൂടി. പിന്നെ നിങ്ങളുടെ ബാച്ചിലൊരു പ്രത്യേകത, നിങ്ങളെ SLC ബാച്ചിൽ പൂർത്തീകരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. 2007 നവംബറിൽ 2007 നവംബറിൽ ഞാനിവിടുന്ന് പ്രൊമോഷൻ കിട്ടി പോയി. ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രൊമോഷൻ കിട്ടി, ഈ സ്കൂളിൽ നിന്നും പോയി. അഥവാ നിങ്ങൾ 2008 SLC എഴുതാൻ ഉള്ള സമയത്ത് ഞാനുണ്ടായിട്ടില്ല. ഏതായിരുന്നാലും നീണ്ട 16 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഒരുമിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അയവറക്കാനുണ്ടാവും. കുറെ പറയുള്ളൂ, എന്നാലും ചില ആളുകൾ അങ്ങനെയാണ് പറയാം. ചില ആളുകൾ പറയും ജോലി കിട്ടിയ ദിവസമാണെന്ന് പറയും അല്ലേ. ചില ആളുകൾ പറയും 10ാം ക്ലാസ്സിലെ കണക്ക് പരീക്ഷ കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായിട്ട്, റിസൾട്ട് വന്ന ദിവസമാണെന്ന് പറയും. ഏതാ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഇന്നാണ്. കാരണം കഴിഞ്ഞു പോയി, ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞു പോയി. സങ്കടങ്ങളൊക്കെ അല്ലെ, കുറെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കഴിഞ്ഞു പോയി. ഇനി നാളെ ഇത് നമുക്ക് കിട്ടുമെന്ന് നമുക്കറിയില്ല. കാരണം അങ്ങനെ കിട്ടാത്ത കുറെ ആളുകൾ നമ്മളിൽ നിന്ന്, അധ്യാപകരും കുട്ടികളും ഒക്കെ പിരിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കത് ലഭിച്ചിട്ടില്ല. നാളെ നമുക്കത് ലഭിക്കുമെന്ന് അറിയില്ല. എല്ലാം നേരായിട്ട് സന്തോഷിക്കാന്ന് വിചാരിച്ചാൽ അതൊട്ട് നടക്കൂല. ഇന്നാണ് ഏറ്റവും സന്തോഷമുള്ള ദിവസം. ഇന്ന് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത്, എന്താണോ ആഘോഷിക്കാനുള്ളത്, ആരുമായാണോ കൂട്ടുകൂടി സംസാരിക്കേണ്ടത്, എവിടെയാണോ പോകേണ്ടത്, അതിനൊക്കെയുള്ള സമ്പത്തും ആരോഗ്യമൊക്കെ ഉള്ള ഒരു ദിവസം ഇന്നാണ്. നാളെ എന്നിപ്പോ കഴിഞ്ഞ ദിവസം അറിയാം നമ്മള് അല്ലെ, ചെമ്പലുള്ള നമ്മളെ കുട്ടി ഇവിടെ പണ്ട് പള്ളിക്കൂട് മുറ്റത്താകെ ഓടിക്കളിച്ച് ഒന്നും രണ്ടാണെന്ന് നമ്മൾ പഠിച്ച്, എന്നാൽ നമ്മൾ രണ്ടും നിലവിലെ തിളക്കം